ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ശ്രീമന്നാരായണീയം ദശകം 90 വിഷ്ണു മഹത്വ സ്ഥാപനം. ശ്ലോകം 6 മുതൽ 11 കൂടി. ശ്ലോകം 6. മൂർത്തിത്രയാധികമുവാച ച മന്ത്രശാസ്ത്രസ്യാദൗ കളായ സുഷമം സകലേശ്വരം ത്വാം ധ്യാനം ച നിഷ്കളമസൗ പ്രണവേ ഖലൂക്ത്വാ ത്വാമേവ തത്ര സകളം നിജഗാത നാന്യം. അർത്ഥം: അസൗ ഈ ശങ്കരാചാര്യർ സകലേശ്വരം സർവലോകനാഥനും കളായ സുഷമം കായാമ്പു പോലെ നീലിച്ച മനോഹര ശോഭയോടു കൂടിയവനുമായ ത്വാം അങ്ങയെ മൂർത്തിത്രയാധികം ത്രിമൂർത്തികൾക്കും അതീതനായി മന്ത്രശാസ്ത്രസ്യ പ്രപഞ്ചസാരം എന്ന ശാസ്ത്രഗ്രന്ഥത്തിൻ്റെ ആദൗ ആദിയിൽ ഉവാച ച പറയുകയും ചെയ്തിട്ടുണ്ട്. പ്രണവേ ഖലു പ്രണവത്തിലും നിഷ്കളം നിർഗുണമായ ധ്യാനം ധ്യാനത്തെയും ഉക്ത്വ പറഞ്ഞിട്ട് തത്ര അതിൽ സകളം സഗുണനായിരിക്കുന്ന ത്വാം ഏവ അങ്ങയെ തന്നെ നിജഗാത പറഞ്ഞിരിക്കുന്നു. അന്യം ന മറ്റൊരു ദേവനെയുമല്ല. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. മൂർത്തിത്രയാധികം ഉവാച ച മന്ത്രശാസ്ത്രസ്യ ആദൗ കളായ സുഷമം സകലേശ്വരം ത്വാം ധ്യാനം ധ്യാ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ച നിഷ്കളം അസൗ ചേർത്തിട്ടാണ് നിഷ്കളമസൗ പ്രണവേ ഖലൂക്ത്വാ ഖലു ഉക്ത്വ ചേർത്തിട്ട് ഖലൂക്ത്വാ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്വാം ഏവ ത്വാമേവ തത്ര സകളം നിജഗാത നാന്യം. മൂർത്തിത്രയാധികമുവാച ച മന്ത്രശാസ്ത്രസ്യാദൗ കളായ സുഷമം സകലേശ്വരം ത്വാം ധ്യാനം ച നിഷ്കളമസൗ പ്രണവേ ഖലൂക്ത്വാ ത്വാമേവ തത്ര സകളം നിജഗാത നാന്യം. ഏഴാമത്തെ ശ്ലോകം. സമസ്തസാരേ ച പുരാണസംഗ്രഹേ വിസംശയം ത്വന്മഹിമൈവ വർണ്യതേ ത്രിമൂർത്തിയുക് സത്യപദത്രിഭാഗദ പരം പദം തേ കഥിതം ന ശൂലിന. അർത്ഥം: സമസ്തസാരേ എല്ലാറ്റിൻ്റെയും സാരമായ പുരാണസംഗ്രഹേ പുരാണസംഗ്രഹത്തിലും ത്വന്മഹിമ ഏവ അങ്ങയുടെ മഹത്വം തന്നെ വിസംശയം സംശയം കൂടാതെ വർണ്യതേ വർണ്ണിക്കപ്പെടുന്നു. തേ അവിടുത്തെ പദം വൈകുണ്ഠം. ത്രിമൂർത്തിയുക് സത്യപദത്രിഭാഗത മൂന്ന് മൂർത്തികളോടു കൂടിയ സത്യലോകത്തിൻ്റെ 3 ഭാഗങ്ങളിൽ നിന്ന് പരം ഈ സ്ഥാനങ്ങളിൽ നിന്നും അതീതമായി കഥിതം പറയപ്പെടുന്നു. ന ശൂലിന ശിവൻ്റെ അല്ല. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. സമസ്തസാരേ ച പുരാണസംഗ്രഹേ വിസംശയം ത്വന്മഹിമ ഏവ ചേർത്ത് ചൊല്ലുമ്പോൾ ത്വന്മഹിമൈവ വർണ്യതേ ത്രിമൂർത്തിയുഗ് സത്യപദ ത്രിഭാഗത. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അവിടെ വിസർഗമുണ്ട്. പരം പദം ദ എന്നുള്ളത് ദയൽത്തെ തേ കഥിതം ധി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. ന ശൂലിന അവിടെ വിസർഗം ലാസ്റ്റിൽ. സമസ്തസാരേ ച പുരാണസംഗ്രഹേ വിസംശയം ത്വന്മഹിമൈവ വർണ്യതേ ത്രിമൂർത്തിയുക് സത്യപദത്രിഭാഗത പരം പദം തേ കഥിതം ന ശൂലിന.
എട്ടാമത്തെ ശ്ലോകം. യദ്ബ്രാഹ്മകൽപ ഇഹ ഭാഗവതദ്വിതീയസ്കന്ധോദിതം വപുരനാദൃതമീശ ധാത്രേ തസ്യൈവ നാമ ഹരിശർവമുഖം ജഗാദ ശ്രീമാധവ ശിവപരോപി പുരാണസാരേ. അർത്ഥം: ഈശ സർവേശ്വരനായ ദേവ, ബ്രാഹ്മകൽപ്പേ ബ്രഹ്മാവിൻ്റെ കൽപ്പത്തിൽ, ധാത്രേ ബ്രഹ്മാവിനായിക്കൊണ്ട്, അനാദൃതം തുറന്നു കാട്ടിക്കൊടുക്കപ്പെട്ടതും, ഇഹ ഇവിടെ, ഭാഗവതദ്വിതീയ സ്കന്ധോദിതം ഭാഗവതം രണ്ടാം സ്കന്ധത്തിൽ പ്രതിപാദിക്കപ്പെട്ടതുമായ, യത് വപു യാതൊരു ശരീരമുണ്ടോ, തസ്യൈവ അതിനു തന്നെയാണ്, ഹരിസർവമുഖം വിഷ്ണു ശിവൻ തുടങ്ങിയ നാമങ്ങളെ, ശിവപര അപി ശിവഭക്തനാണെങ്കിലും, ശ്രീമാധവ മാധവാചാര്യൻ, പുരാണസാരേ പുരാണസാരത്തിൽ, ജഗാദ പറഞ്ഞിരിക്കുന്നു. നമുക്കിതിലെ അക്ഷരങ്ങൾ നോക്കാം. യത് ബ്രാഹ്മകൽപ, ബ്രാഹ്മ എന്നുള്ളതിൻ്റെ ഉച്ചാരണം ശ്രദ്ധിച്ചോളൂ. ഇഹ ഭാഗവത ദ്വിതീയ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സ്കന്ധോദിതം, ധ എന്നുള്ള അക്ഷരം ഉറപ്പിച്ചിട്ട് പറയണം. വപുർ അനാദൃതം ഈശ, ചേർത്ത് ചൊല്ലുമ്പോൾ വപുരനാദൃതം ഈശ, അവിടെ ഒന്ന് നിർത്താം, ആശ്ചര്യചിഹ്നമുണ്ട്. ധാത്രേ, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. തസ്യൈവ നാമ ഹരിസർവമുഖം, ഖം എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ജഗാദ ശ്രീമാധവ ശിവപര അപി, ചേർത്ത് ചൊല്ലുമ്പോൾ ശ്രീമാധവ ശിവപരോപി. അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ ശിവപരോപി എന്നുള്ളതിന് ഒരു ശാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ രണ്ട് ശാന്ന് വേണം. ശിവ അങ്ങനെ ചൊല്ലണം. ശ്രീമാധവ ശിവപരോപി, ശിവപര അപി അതാണ് ശിവപരോപി. പുരാണസാരേ. യത് ബ്രാഹ്മകൽപ ഇഹ ഭാഗവതദ്വിതീയസ്കന്ധോദിതം വപുരനാദൃതമീശ ധാത്രേ തസ്യൈവ നാമ ഹരിശർവമുഖം ജഗാദ ശ്രീമാധവ ശിവപരോപി പുരാണസാരേ. ശ്ലോകം 9. യേ സ്വപ്രകൃത്യനുഗുണം ഗിരിശം ഭജന്തേ തേഷാം ഫലം ഹി ദൃഢയൈവ തദീയഭക്ത്യാ വ്യാസോ ഹി തേന കൃതവാനധികാരി ഹേതോ സ്കാന്ദാദികേഷു തവ ഹാനിവചോർത്ഥവാദൈ. അർത്ഥം: യേ യാതൊരുവരാണോ സ്വപ്രകൃത്യനുഗുണം തങ്ങളുടെ വാസനയനുസരിച്ച് ഗിരിശം ശിവനെ ഭജന്തേ ഭജിക്കുന്നു, തേഷാം ഹി അവർക്കാകട്ടെ, ദൃഢയ ഉറച്ച, തദീയ ഭക്ത്യ ഏവ ശിവഭക്തി കൊണ്ടു തന്നെ, ഫലം കിട്ടുന്നത്, തേന ഹി അതുകൊണ്ടു തന്നെ, വ്യാസൻ, അധികാരി ഹേതോ അധികാരിക്കു വേണ്ടി, സ്കാന്ദാദികേഷു സ്കാന്ദം തുടങ്ങിയ പുരാണങ്ങളിൽ, അർത്ഥവാദങ്ങൾ കൊണ്ട്, തവ അവിടുത്തേക്ക്, ഹാനിവച കുറവുണ്ടാക്കുന്ന വാക്കുകൾ, കൃതവാൻ പ്രയോഗിച്ചിരിക്കുന്നു. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. യേ സ്വപ്രകൃതി അനുഗുണം, സ്വപ്രകൃത്യനുഗുണം, ഗിരിശം ഭജന്തേ, ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തേഷാം ഫലം, പാഫ രണ്ടാമത്തെ ഫ എന്നാണ്, നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഹി ദൃഢയ ഏവ, ചേർത്ത് ചൊല്ലുമ്പോൾ ദൃഢയൈവ, ഠ നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. തദീയ ഭക്ത്യ വ്യാസോ ഹി തേന കൃതവാൻ അധികാരി ഹേതോ, അവിടെ നീട്ടിയിട്ട് വിസർഗം ചേർത്ത് ചൊല്ലുമ്പോൾ കൃതവാനധികാരി ഹേതോ സ്കാന്ദാദികേഷു, ദ എന്നാണ്, തവ ഹാനിവജ അർത്ഥവാദൈ, ചേർത്ത് ചൊല്ലുമ്പോൾ ഹാനിവജോർത്ഥവാദൈ, ർത്ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വാദൈ അവിടെ വിസർഗം ലാസ്റ്റിൽ.
യേ സ്വപ്രകൃത്യനുഗുണം ഗിരിശം ഭജന്തി തേഷാം ഫലം ഹി ദൃഢയൈവ തദീയ ഭക്ത്യാ വ്യാസോ ഹി തേന കൃതവാനധികാരി ഹേതോ സ്കാന്ദാദികേഷു തവ ഹാനിവജോർത്ഥവാദൈ. ശ്ലോകം 10. ഭൂതാർത്ഥകീർത്തിരനുവാദവിരുദ്ധവാദൗ ത്രേഥാർത്ഥവാദഗതയ ഖലു രോചനാർത്ഥാ. സ്കാന്ദാദികേഷു ബഹവോത്ര വിരുദ്ധവാദാസ്ത്വത്താമസത്വപരിഭൂത്യുപശിക്ഷണാർത്ഥാ. അർത്ഥം: ഭൂതാർത്ഥകീർത്തി ഉള്ള കാര്യത്തെ പ്രശംസിക്കുന്നത്, അനുവാദവിരുദ്ധവാദവും ആരോപണവും അനുവാദവും വാദവും എന്നിങ്ങനെ അർത്ഥവാദഗതയ അർത്ഥവാദത്തിൻ്റെ ഗതിയുടെ ത്രേധ 3 തരമാകുന്ന രോചനാർത്ഥ ഖലു അവ രുചിപ്പിക്കുന്നതിനു വേണ്ടിയാണ് അത്ര ഈ സ്കാന്ദാദികേഷു സ്കാന്ദം തുടങ്ങിയ പുരാണങ്ങളിൽ ത്വത്താമസത്വപരിഭൂത്യുപശിക്ഷണാർത്ഥം അങ്ങയുടെ താമസഭാവം, പരാജയം തുടങ്ങിയവയെ പറയുന്ന വിരുദ്ധവാദങ്ങൾ ബഹവ വളരെയേറെയുണ്ട്. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഭൂതാർത്ഥ, ഭൂ എന്നുള്ള അക്ഷരം അതുപോലെ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. കീർത്തിർ, അനുവാദ, വിരുദ്ധ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ത്രേഥാർത്ഥ ഥ എന്നുള്ള അക്ഷരം അതുപോലെ ഥ എന്നുള്ളതും നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. നമുക്കിതിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. ഭൂതാർത്ഥ, ഭൂ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അതുപോലെ ഥ എന്നുള്ളതും ഉറപ്പിച്ച് പറയാനുള്ളതാണ്. കീർത്തിർ, അനുവാദ, വിരുദ്ധ ഥ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. വാദൗ, ത്രേഥാർത്ഥ ഥ എന്നുള്ള അക്ഷരം അതുപോലെ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. വാദഗതയ അവിടെ വിസർഗം. ഖലു ഖ എന്നുള്ള അക്ഷരം ഉറപ്പിച്ച് പറയണം. രോചനാർത്ഥ നീട്ടിയിട്ട് വിസർഗം. ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. സ്കാന്ദാദികേഷു ബഹവ അത്ര ചേർത്ത് ചൊല്ലുമ്പോൾ ബഹവോത്ര വിരുദ്ധവാദ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. അവിടെ വിസർഗട്ട് ചൊല്ലുകയാണെങ്കിൽ പിന്നെ ത്വത് എന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ സ്ത്വത് അങ്ങനെ വേണം. താമസത്വ പരിഭൂത്യുപശിക്ഷണാദ്യാ, ചില ബുക്കിൽ ശിക്ഷണാർത്ഥ എന്നുണ്ട്. ക്ഷ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയാനുള്ളതാണ്. ഭൂതാർത്ഥകീർത്തിരനുവാദ വിരുദ്ധവാദൗ ത്രേഥാർത്ഥവാദഗതയ ഖലു രോചനാർത്ഥാ. സ്കാന്ദാദികേഷു ബഹവോത്ര വിരുദ്ധവാദാസ്ത്വത്താമസത്വപരിഭൂത്യുപശിക്ഷണാർത്ഥാ. അടുത്തത് 11ാമത്തെ ശ്ലോകം. യത്കിഞ്ചിദപ്യവിദുഷാപി വിഭോ മയോക്തം തന്മന്ത്രശാസ്ത്രവചനാദ്യഭിദൃഷ്ടമേവ വ്യാസോക്തിസാരമയ ഭാഗവതോപഗീത ക്ലേശാൻ വിധൂയ കുരു ഭക്തിഭരം പരാത്മൻ. അർത്ഥം: വിഭോ സർവശക്തനായ ദേവ, യത് യാതൊരു, കിഞ്ചിതപി അല്പം, അവിദുഷ അറിവില്ലാത്ത, മയ എന്നാൽ ഉക്തം പറയപ്പെട്ടുവോ, തത് അത്, മന്ത്രശാസ്ത്രവചനാദ്യഭിദൃഷ്ടം ഏവ മന്ത്രശാസ്ത്രവചനങ്ങളിൽ കാണപ്പെടുന്നവയാൽ, വ്യാസോക്തിസാരമയ ഭാഗവതോപഗീത വേദവ്യാസൻ്റെ കൃതികളിൽ സാരഭൂതമായ ശ്രീ ഭാഗവതത്തിൽ കീർത്തിക്കപ്പെടുന്നവനുമായ ഭഗവാനെ, പരാത്മൻ പരമാത്മാവായ ദേവ, ക്ലേശാൻ ദുഃഖങ്ങളെ, വിധൂയ മാറ്റി, ഭക്തിഭരം വർദ്ധിച്ച ഭക്തി, കുരു തന്നാലും. നമുക്കിതിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. യത്, കിഞ്ചിത്, അപി, അവിദുഷ, അപി ചേർത്ത് ചൊല്ലുമ്പോൾ അപ്യവിദുഷാപി. വിഭോ, ഭോ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. മയോക്തം തന്മന്ത്ര ശാസ്ത്ര വചനാദി അഭിദൃഷ്ടം ചേർത്തു ചൊല്ലുമ്പം വചനാദ്യഭിദൃഷ്ടം. ഭി എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ചിട്ട് പറയണം. ഏവ വ്യാസോക്തി സാരമയ
ഭാഗവതോപഗീത. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഓർപ്പിച്ചിട്ട് പറയണം. ക്ലേശാൻ വിധൂയ. ധു എന്നുള്ള അക്ഷരം നന്നായിട്ട് ഓർപ്പിച്ച് പറയണം. കുരു ഭക്തിഭരം. ഭ ഭക്തി എന്നുള്ളതിൻ്റെ ഭ എന്നും ഭരം എന്നുള്ളതിൻ്റെ ഭ എന്നും നന്നായിട്ട് ഓർപ്പിച്ചിട്ട് പറയണം. പരാത്മൻ. യത്കിഞ്ചിദപ്യവിദുഷാപി വിഭോമയോക്തം തന്മന്ത്രശാസ്ത്രവചനാദ്യഭിദൃഷ്ടമേവ വ്യാസോക്തിസാരമയ ഭാഗവതോപഗീത ക്ലേശാൻ വിധൂയ കുരു ഭക്തിഭരം പരാത്മൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹരിനാരായണ ഗോവിന്ദ. ജയനാരായണ ഗോവിന്ദ. ഹരിനാരായണ ജയനാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.